നമസ്കാരം. ഡൽഹി ജന്തർ മന്ദറിൽ പ്രക്ഷോഭത്തിലേർപ്പെട്ട വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും സമരരംഗത്തുണ്ടായിരുന്ന സ്ത്രീകളെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും ചെയ്ത RSS നേതാവും ആശയപ്രചാരകനുമായ TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിൽ അന്വേഷണം ആരംഭിച്ചു. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അന്വേഷണത്തിന്റെ ഉത്തരവിട്ടത്. സൈബർ സെൽ IG P പ്രകാശനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് ജന്തർ മന്ദറിലെ ജൻസി പ്രക്ഷോഭകരെയും സ്ത്രീകളെയും പരസ്യമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ മോഹൻദാസ് നടത്തിയത്. പ്രക്ഷോഭ സ്ഥലത്തു നിന്നും പോലീസിനെ പൂർണ്ണമായും പിൻവലിച്ച് സമരക്കാർക്ക് വിട്ടു നൽകിയാൽ അവിടെ കൊലപാതകങ്ങളും കൂട്ടബലാത്സംഗങ്ങളും നടക്കുമെന്നും ദൈവാനുഗ്രഹം കൊണ്ട് അതിൽ ആരും പരാതിപ്പെടില്ല എന്നുമാണ് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഇവിടെയുള്ളതെന്നും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുള്ളവർ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നും എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുളുടെ കഥയെ ദുർവാഖ്യാനം ചെയ്ത് മോഹൻദാസ് ആരോപിച്ചിരുന്നു. ഇതിനു മുൻപും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി വെടിവെച്ച് കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് TG മോഹൻദാസ് പങ്കുവച്ച മറ്റൊരു വീഡിയോയും വൻ വിവാദമായിരുന്നു. ജന്തർ മന്ദറിന് ചുറ്റുമുള്ള 4 സ്ക്വയർ കിലോമീറ്റർ പരിധിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെട്ട ശേഷം വെടിവെപ്പ് നടത്തണമെന്നാണ് മോഹൻദാസ് പറഞ്ഞത്. അത്തരം സാഹചര്യത്തിൽ കുറച്ചുപേർ മരിക്കുകയും കുറച്ചുപേർ മരിക്കാതിരിക്കുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്യുമെന്നും വെറും 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാക്കി ശവങ്ങൾ പെറുക്കി മാറ്റാമെന്നുമാണ് അദ്ദേഹം ന്യായീകരിച്ചത്. ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുകയും സമൂഹത്തിൽ വിദ്വേഷവും അക്രമവും വളർത്താൻ ശ്രമിക്കുകയും ചെയ്ത മോഹൻദാസിനെതിരെ കടുപ്പിച്ച ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും AIYFും പോലീസിലും സംസ്ഥാന ആഭ്യന്തര വകുപ്പിലും പരാതി നൽകുകയായിരുന്നു. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകിയപ്പോൾ AIYF സംസ്ഥാന നേതൃത്വം ഇമെയിൽ മാർഗമാണ് ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി കൈമാറിയത്. സംഭവത്തിൽ മോഹൻദാസിനെതിരെ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആവശ്യപ്പെട്ടു. സമരം അവസാനിച്ചിട്ട് പോലും സമൂഹത്തിൽ വിദ്വേഷം പടർത്താൻ സംഘപരിവാർ ശക്തികൾ തുടരുന്ന ആസൂത്രിതമായ ശ്രമങ്ങളെയാണ് ഇത് തുറന്നു കാട്ടുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത തെലങ്കാനയിലെ BJP MPയുടെയും TG മോഹൻദാസിന്റെയും നടപടി സമൂഹത്തിൽ വിദ്വേഷം പടർത്താൻ സംഘപരിവാർ ശക്തികൾ തുടരുന്ന ആസൂത്രിതമായ ശ്രമങ്ങളെയാണ് തുറന്നു കാട്ടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചിരുന്നു. വിയോജിപ്പുകളെ ഉന്മൂലനം ചെയ്യുക എന്ന സംഘപരിവാറിന്റെ ഉള്ളിലിരിപ്പാണ് ഇത്തരം ക്രൂരമായ പ്രസ്താവനകളുടെ പുറത്തുവരുന്നത്. കലാപാഹ്വാനം നടത്തിയതിന് അടിയന്തരമായി കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കാൻ UDF സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യുക എന്നുള്ളത്, പ്രതിഷേധിക്കുക എന്നുള്ളത്, അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളത് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവകാശവുമാണ്. അത് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ പരിധിയിൽ, അല്ലെങ്കിൽ അവർ സർക്കാരാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് വിദ്യാർത്ഥികളും പ്രായപൂർത്തിയാകാത്ത മൈനറായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളും. അത്തരത്തിലുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലണമെന്ന് ഒരാൾ സാമൂഹിക മാധ്യമം ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് TG മോഹൻദാസിനെതിരെ അന്വേഷണം നടത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നത്.